നമസ്കാരം. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ആപ്പുകളില്ലേ, അവയൊക്കെ തമ്മിൽ സംസാരിച്ച് നമ്മുടെ കുറേയധികം ജോലികൾ തനിയെ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാകും? കൊള്ളാമല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. N8N എന്നൊരു അടിപൊളി ടൂൾ ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ ഒരു ഓട്ടോമേഷൻ എഞ്ചിൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു ഗൂഗിൾ ഷീറ്റിൽ പുതിയൊരു ഡേറ്റ് ചേർക്കുന്നു. അപ്പൊ തന്നെ നിങ്ങളത് ടീമിന് സ്ലാക്കിലൊരു മെസ്സേജ് പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു പുതിയ ആൾ സൈനപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായി ഒരു വെൽക്കം ഇമെയിൽ അയക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു ടൂളിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ N8N? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ ടൂളാണ്. അതായത് പല ആപ്പുകളെ തമ്മിൽ ഒട്ടിച്ചു ചേർക്കുന്ന ഒരു ഡിജിറ്റൽ പശ പോലെ. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വലിയ കോഡിംഗ് പരിജ്ഞാനമൊന്നുമില്ലാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഓട്ടോമേഷനുകൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരി, NN ഉപയോഗിക്കാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്നുകിൽ അവരുടെ ക്ലൗഡ് സർവീസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഇന്ന് രണ്ടാമത്തെ വഴിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തിനാണ് സ്വന്തം കമ്പ്യൂട്ടറിൽ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? അതിന് ചില നല്ല കാരണങ്ങളുണ്ട്. സ്വന്തമായി ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ പലതാണ്. ഒന്നാമത്തെ കാര്യം ഫുൾ കൺട്രോൾ. നമ്മുടെ ഡേറ്റയും വർക്ക് ഫ്ലോയുമെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ കൺട്രോളിലായിരിക്കും. രണ്ടാമത്തേത് പ്രൈവസി. നമ്മുടെ ഡേറ്റയൊന്നും പുറത്തേക്ക് പോകുന്നില്ല, എല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ സുരക്ഷിതമായിരിക്കും. പിന്നെ ചിലവ്. ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ക്ലൗഡ് സർവീസിനേക്കാൾ ചിലവ് കുറവ് ചിലപ്പോ ലോക്കൽ ഹോസ്റ്റിങ്ങിനായിരിക്കും. അപ്പോ എന്തിനാണ് ലോക്കലായി പ്രവർത്തിപ്പിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇനി ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഈ ഒരു കാര്യത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു കിടിലൻ ടൂളാണ് ഡോക്കർ. ഈ പേരുകേട്ട ആരും പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാക്കുന്ന ഒരു സഹായം മാത്രമാണിത്. NNന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ തന്നെ പറയുന്നത് ഡോക്കർ ഉപയോഗിക്കാനാണ്. കാരണം ഇത് ഇൻസ്റ്റാളേഷൻ വളരെ ക്ലീൻ ആക്കുന്നു. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആവട്ടെ, മാക് ആവട്ടെ, ലിനക്സ് ആവട്ടെ, ഒരു പ്രശ്നവുമില്ലാതെ NN പ്രവർത്തിക്കാൻ ഡോക്കർ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മളും ഡോക്കർ ഉപയോഗിക്കുന്നത്. അപ്പോൾ തുടങ്ങാനായിട്ട് നമുക്കാകെ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. 2, നിങ്ങളുടെ ടെർമിനൽ, അതായത് കമാൻഡ് പ്രോംപ്റ്റ് തുറന്നു വയ്ക്കുക. അത്രയുള്ളൂ, നമ്മൾ തുടങ്ങാൻ റെഡിയാണ്. ശരി, ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. ഒറ്റ നോട്ടത്തിൽ കുറച്ച് സങ്കീർണമായി തോന്നിയേക്കാവുന്നൊരു കമാൻഡ്. പക്ഷെ പേടിക്കേണ്ട, അതിലെ ഓരോ കഷ്ണവും എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. നമ്മുടെ ആദ്യത്തെ പടി നമ്മളുണ്ടാക്കുന്ന വർക്ക് ഫ്ലോകളും ഡാറ്റയുമൊക്കെ സൂക്ഷിക്കാൻ ഒരു സേഫ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കുക എന്നതാണ്. അതിനാണ് ഡോക്കർ വോളിയം ക്രിയേറ്റ് N8N ഡേറ്റ എന്ന ഈ കമാൻഡ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ N8N റീസ്റ്റാർട്ട് ചെയ്താലും നമ്മുടെ ഒരു വർക്കും നഷ്ടപ്പെട്ടു പോകില്ല. ഇതാണ് 8 എന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഫുൾ കമാൻഡ്. കണ്ടിട്ട് കുറച്ച് വലുതാണെന്ന് തോന്നുന്നുണ്ടല്ലേ? ഒരു പേടിയും വേണ്ട. നമുക്കിതിനെ ഓരോന്നായി മുറിച്ച് പരിശോധിച്ച് ഓരോ ഭാഗവും എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഡോക്കർ റൺ എന്ന് പറഞ്ഞാൽ ഡോക്കറിനോട് ഒരു പുതിയ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയുകയാണ്. ഒരു കണ്ടെയ്നർ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയും. -name N8N എന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷന് N8N എന്നൊരു പേര് കൊടുക്കുന്നു. പിന്നെ docker.n8n.io/N8n/N8n എന്ന് പറയുന്നത് ഏത് ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. അടുത്തത് P5678 = 5678. ഇതിനെ നമുക്കൊരു ഡോർബെല്ലായിട്ട് കാണാം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ 5678 എന്ന വാതിലില് ആരെങ്കിലും മുട്ടുമ്പോൾ ആ സിഗ്നലിനെ N8 ആപ്ലിക്കേഷന്റെ ഉള്ളിലുള്ള 5678 എന്ന വാതിലിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ബ്രൗസറിൽ N8ലേക്ക് കയറുന്നത്. നമ്മൾ നേരത്തെ ഒരു സേഫ് അഥവാ ഡാറ്റ വോളിയം ഉണ്ടാക്കിയത് ഓർക്കുന്നില്ലേ? ഈ vn8n data/home/node/n8n എന്ന ഭാഗം ചെയ്യുന്നത് നമ്മളുണ്ടാക്കിയ ആ സേഫിനെ N8N ആപ്ലിക്കേഷന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഫോൾഡറുമായി ലിങ്ക് ചെയ്യുകയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ വർക്ക് ഫ്ലോകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കുന്നത്. ഇനി അവസാനമായി TZ എന്ന ഭാഗം. ഇത് നമ്മുടെ ടൈം സോൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളൊരു വർക്ക് ഫ്ലോ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഓടാൻ സെറ്റ് ചെയ്താൽ അത് നിങ്ങളുടെ നാട്ടിലെ 9 മണിക്ക് തന്നെ ഓടുന്നു എന്ന് ഉറപ്പാക്കാൻ ഈ സെറ്റിംഗ് വേണം.
കേവഗ് ടൈം സോൺ എന്ന സ്ഥലത്ത് നിങ്ങളുടെ ടൈം സോൺ കൊടുക്കുക. ഉദാഹരണത്തിന് ഇന്ത്യയിലാണെങ്കിൽ ഏഷ്യ/കൊൽക്കത്ത. അത്രയുള്ളൂ. ഈ കമാൻഡ് നിങ്ങളുടെ ടെർമിനലിൽ എൻ്റർ ചെയ്യുന്നതോടെ എനേറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഇനി നേരെ വെബ് ബ്രൗസർ തുറക്കുക. http://localhost5678 എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഓട്ടോമേഷൻ എഞ്ചിൻ റെഡി. ഓക്കെ, നമ്മുടെ N8N ഇപ്പോൾ ലോക്കലായിട്ട് അടിപൊളിയായി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പുറത്തുള്ള വെബ്സൈറ്റുകൾക്കും ആപ്പുകൾക്കുമൊക്കെ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലിരിക്കുന്ന N8Nലേക്ക് സിഗ്നലുകൾ അയക്കാൻ പറ്റും? അതൊരു വെല്ലുവിളിയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഗിറ്റ്ഹബിൽ ഒരു പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ആ വിവരം നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെ എത്തും? സാധാരണഗതിയിൽ പുറത്തുനിന്നുള്ള ഒരു സർവീസിന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നേരിട്ട് ഒരു മെസ്സേജ് അയക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തു ചെയ്യും? ഇതിന് NNNൽ തന്നെ ഒരു പരിഹാരമുണ്ട്. അതാണ് ടണൽ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ NNN നമുക്ക് വേണ്ടി താൽക്കാലികമായ ഒരു പബ്ലിക് വെബ് അഡ്രസ് ഉണ്ടാക്കും. എന്നിട്ട് ആ അഡ്രസ്സിലേക്ക് വരുന്ന എന്ത് വിവരവും ഒരു ടണലിലൂടെ എന്ന പോലെ സുരക്ഷിതമായി നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള NNNലേക്ക് എത്തിക്കും. ടെസ്റ്റിങ്ങിനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഡോക്കർ കമാൻഡിന്റെ അവസാനം start-tunnel എന്ന് മാത്രം ചേർത്താൽ മതി. കണ്ടില്ലേ, ആ ഒരൊറ്റ മാറ്റം കൊണ്ട് നിങ്ങളുടെ ലോക്കൽ N8Nന് പുറം ലോകവുമായി സംസാരിക്കാൻ കഴിയും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. N8ന്റെ ഡോക്യുമെന്റേഷൻ തന്നെ പറയുന്നുണ്ട്, ഈ ടണൽ സൗകര്യം പഠിക്കാനും ടെസ്റ്റ് ചെയ്യാനും വേണ്ടി മാത്രമുള്ളതാണ്. വലിയ ഗൗരവമേറിയ ജോലികൾക്ക്, അതായത് പ്രൊഡക്ഷൻ ഉപയോഗത്തിന് ഇതത്ര സുരക്ഷിതമല്ല. ആ കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കണം. അപ്പോ നിങ്ങൾ N8N വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്തു, പുറം ലോകവുമായി ബന്ധിപ്പിക്കാനുള്ള വഴിയും പഠിച്ചു, സെറ്റപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോ ആവേശകരമായ സാധ്യതകളുടെ ഒരു വലിയ ലോകമാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നിങ്ങളുടെ സ്വന്തം ഓട്ടോമേഷൻ എഞ്ചിൻ ഇപ്പോ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ സമയം ലാഭിക്കാനും ആവർത്തിച്ചുള്ള ബോറിംഗ് ജോലികൾ ഒഴിവാക്കാനും നിങ്ങൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന വർക്ക് ഫ്ലോ എന്തായിരിക്കും? സാധ്യതകൾ അനന്തമാണ്. ക്രിയേറ്റിവിറ്റി നിങ്ങളുടേതാണ്.